ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇത്രയും പേരേ ഉള്ളോ? ഇനി ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോ ഞാൻ ഓഡിബിൾ ആണോ എന്നൊന്ന് പറയോ? ഹലോ 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 ഒന്നുകൂടെ പറയാം. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? ഹലോ. കേക്കാം. ഓക്കെ. സോ ഇതുവരെയ്ക്കും നമ്മൾ കവർ ചെയ്തത് സ്ട്രക്ചറൽ ഡിസൈനും അതിന്റെ ടോപ്പിക്സും ആണ്. ജിയോ ടെക്നിക്കലും നമ്മൾ ആദ്യം ഡീപ്പായിട്ട് നമ്മൾ ചെയ്തില്ല. സ്ട്രക്ചർ ഡിസൈൻ മാത്രമല്ല, BBS ഡീറ്റെയിലിംഗും ഒക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. അതിന് അസൈൻമെന്റ്സ് നിങ്ങളോട് വെക്കാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട, അതിന് ടൈം ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. ഈ ഫുൾ എൻ്റെ ട്രെയിനിങ് സെഷൻസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 1 month ടൈം വരെ തരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അത്രയും സബ്മിറ്റ് ചെയ്താൽ കറക്റ്റ് ചെയ്ത് തരാമെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷെ വളരെ ചുരുക്കം പേരെ ചെയ്തിട്ടുള്ളൂ. അവർക്കൊരു എക്സ്ട്രാ കൺസിഡറേഷൻ ഉണ്ടാവും സർട്ടിഫിക്കേഷൻ ടൈമിൽ. കാര്യം അവർ വർക്ക് അത്രയെങ്കിലും ചെയ്യാൻ നോക്കിയല്ലോ. ഓക്കെ, ഇനി മെയിൻ കാര്യത്തിലേക്ക് വരാം. സോ നമുക്ക് സ്ട്രക്ചർ ഡിസൈൻ, അതിന് ഡീറ്റെയിലിംഗ്, BBS ആ പോർഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ട്രെയിനിങ്ങിൽ ബാലൻസ് ഉള്ളത് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ് സൈഡാണ്. അതിൽ എസ്റ്റിമേഷൻ ഉണ്ട്, ERP ഉണ്ട്, അതായത് പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ റെവിറ്റിന്റെ കുറച്ച് പോർഷൻസും ഉണ്ട്. റെവിറ്റ് ഓതറൈസ്ഡ്, ലൈക്ക് ഓട്ടോഡെസ്ക് ഓതറൈസ്ഡ് ടീച്ചിങ് അങ്ങനെയൊന്നും അല്ല, സർട്ടിഫിക്കേഷനും ആയിരിക്കില്ല. ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന മോഡൽസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ അതിനൊരു കമന്റ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് അത് വെച്ച് പ്രൊജക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ആക്ച്വലി സ്പീക്കിംഗ് നമുക്കൊരു റെവിറ്റ് ഓട്ടോഡെസ്ക് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ പേഴ്സണലി അപ്ലൈ ചെയ്ത് എക്സാം എഴുതി നിങ്ങൾക്ക് അത് റിസീവ് ആവാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓട്ടോഡെസ്കിന്റെ വെബ്സൈറ്റിലായാലും രജിസ്റ്റർ ചെയ്ത് ചെയ്യാവുന്നതാണ് ഈ എക്സാമിനേഷൻസ്. അല്ലാണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ഇപ്പൊ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു അതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് സെന്ററിലോ പോയി പഠിക്കണം എന്ന് നിർബന്ധമില്ല. അതിന്റെ വീഡിയോസ് കാണാം, അല്ല പ്രാക്ടീസ് ചെയ്യുക. വൺസ് നിങ്ങൾ തറവാണെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഓട്ടോഡെസ്കിന്റെ എക്സാം ഓൺലൈൻ അറ്റൻഡ് ചെയ്ത് നോക്കാം. അത് ഓട്ടോക്യാഡിനും റെവിറ്റിനും ഓട്ടോഡെസ്കിന്റെ എല്ലാ സോഫ്റ്റ്വെയർസിനും അത് ആപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളുടെ സൈഡിൽ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി എസ്റ്റിമാക്സ് വെച്ചിട്ടുള്ള പഠിപ്പിക്കുന്നുള്ളൂ. മാനുവൽ ആയിട്ടുള്ള എസ്റ്റിമേഷൻ മെത്തേഡ്സിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. ബട്ട് ബേസിക്സ് എന്തായാലും കവർ ചെയ്യും. പിന്നെ വരുന്നത് നമുക്ക് ERP ആണ്. ERPയുടെയും പ്രൊജക്ട് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ERPയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ചെക്ക് ചെയ്യുന്നതും ഒക്കെ. ഇനി ഇത്രയും ക്ലാസ്സസ് ആണ് ബാക്കിയുള്ളത്. പ്രൊജക്ട് മാനേജ്മെന്റ് സൈഡിലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതെങ്കിൽ ഈ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിന്റെ ക്യൂസും ബാക്കി കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു 5 to 10 minutes കൊണ്ട് മാക്സിമം എസ്റ്റിമേഷൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിയും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എസ്റ്റിമേഷൻ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. നാളെ തൊട്ട് അതിനുള്ള ഓട്ടോക്യാഡ് ഡ്രോയിങ്ങിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ അതിനടുത്തുള്ള ക്ലാസ്സിൽ എസ്റ്റിമേഷൻ എന്ന രീതിയിലായിരിക്കും നമ്മൾ. അത്ര ബുദ്ധിമുട്ടൊന്നും ഞാൻ പറയത്തില്ല. ജസ്റ്റ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എസ്റ്റിമേഷൻ അതിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾ ബാക്കി ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അത് കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പറയണം, കാണുന്നില്ലെങ്കിലും പറയണം. ഇടയ്ക്ക് വെച്ച് ക്ലാസ് കട്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പറയാട്ടോ. സ്ക്രീൻ കാണാവോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാവോ? കാണാം സർ. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞു എസ്റ്റിമേഷൻ ഇൻട്രൊഡക്ഷൻ ആണ്. ഓൾറെഡി ഞാൻ ഇതൊരു തവണ എടുത്തുകൊണ്ട് റെപ്പറ്റീഷൻ ആണ്, അതുകൊണ്ട് ഏറ്റവും ചുരുക്കി ഞാൻ പറയുന്നുള്ളൂ. സോ എസ്റ്റിമേഷൻ എന്താണ് എന്നാണ് മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, എന്ത് ടൈപ്പ് ബിൽഡിംഗ് ആണെങ്കിലും ബിൽഡിംഗ് തന്നെ ആവണം എന്നില്ല, നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ്,
ഒരു പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്താലും മതി. ഒരു പ്രൊഡക്റ്റ് ഫൈനലി അതിന്റെ കൺസ്യൂമർ അല്ലെങ്കിൽ ക്ലയന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ എക്സ്പെൻസസും ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ഒരു കാൽക്കുലേഷൻ ആണ് എസ്റ്റിമേഷൻ. അല്ലെങ്കിൽ ഫൈനൽ ബഡ്ജറ്റ് എത്ര എന്നുള്ളൊരു എക്സ്ക്യൂസ് മീ, ആരുടെ മൈക്ക് ഓൺ ആണ്? ഓക്കെ, സോ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ക്വാണ്ടിറ്റി എത്ര വേണം അല്ലെങ്കിൽ കോസ്റ്റ് എത്ര വരും, ഫൈനൽ പ്രൊഡക്റ്റ് ചെയ്തെടുക്കാൻ ക്ലയന്റിലേക്ക് എത്തിക്കുമ്പോൾ ക്ലയന്റ് എന്തോരം ബഡ്ജറ്റ് അല്ലെങ്കിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്താലാണ് ആ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കൈ കിട്ടുക എന്നാണ് ജനറൽ എസ്റ്റിമേഷൻ പറയുക. നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ എസ്റ്റിമേഷൻ നമ്മൾ മെയിൻലി ബിൽഡിങ്സിന്റെ പേരിലാണ് ചെയ്യുക. ബിൽഡിങ്സ് പണിയാനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി, ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, എസ്റ്റിമേഷന്റെ തിയറി പാർട്ട് ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് അത് നമ്മൾക്ക് എങ്ങനെ അപ്ലൈ ആകും എന്നതാണ് പറയുക. സോ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അത് വെച്ചിട്ട് കറസ്പോണ്ടിങ് എക്സ്പെൻസ് എന്താണ്, നമ്മൾ വർക്കിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് അതിന് കറസ്പോണ്ടിങ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുക. സോ അതിൽ രണ്ട് കാര്യങ്ങൾ വരാം, ഒരു ക്വാണ്ടിറ്റി പാർട്ടും വരും, അതുപോലെ തന്നെ കോസ്റ്റ് പാർട്ടും വരും. യൂഷ്വലി എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യുക മെൻ മെറ്റീരിയൽ മണി അല്ലെങ്കിൽ റിസോഴ്സസ് എന്തോരം വേണം ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്നതിനാണ്. ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യാറുണ്ട്. മെയിൻലി ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യുക ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ആദ്യം. അതിനെ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് വേരിയസ് സ്റ്റേജസിൽ നമ്മൾ ഈ എസ്റ്റിമേറ്റ് അപ്ഡേറ്റ് ചെയ്യും. അതിന് പല പല സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ വർക്കിന് ചെയ്യും, MEP-ക്ക് ചെയ്യും, സിവിൽ വർക്ക്സിന് ചെയ്യും, സ്ട്രക്ചർ വർക്ക്സിന് ചെയ്യും. ഓക്കെ, ഈവൻ DBSും ഒരു തരത്തിൽ എസ്റ്റിമേഷൻ തന്നെയാണ്. അതായത് എത്ര റീബാർ വേണം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, രണ്ട് പാർട്സ് ഉണ്ട്, ക്വാണ്ടിറ്റി പാർട്ടും റേറ്റ് അനാലിസിസ് പാർട്ടും. ഈ ക്വാണ്ടിറ്റി പാർട്ട് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ കംപ്ലീറ്റ്, അതായത് മാത്സ്, ബേസിക് മാത്സ്. നമ്മൾ ഒരു സാധനത്തിന്റെ വോളിയം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നതിനെയാണ് ക്വാണ്ടിറ്റി സൈഡ് മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് 1, 2, 3 ഡയമെൻഷൻ വരെയേ ഉള്ളൂ അവിടെ. റേറ്റ് അനാലിസിസ് സൈഡ് വരുമ്പോൾ ഒരു സാധനത്തിന് എക്സ്പെൻസ്, ഇപ്പൊ നിങ്ങൾ ഒരു വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു മിഠായി വാങ്ങുവാണ്, ആ മിഠായിയുടെ വില എന്ന രീതിയിൽ. ഇപ്പൊ നിങ്ങൾ കടയിൽ പോകാനുള്ള യാത്രാ ചെലവ് വരും, അവിടെ ചെന്ന് ആ മിഠായി വാങ്ങുമ്പോൾ ആ മിഠായിയുടെ കവറിന് ഉൾപ്പെടെ നിങ്ങൾ റേറ്റ് കൊടുക്കുക. അതേ രീതിയിൽ തന്നെയാണ് റേറ്റ് അനാലിസിസും വരാം. നിങ്ങളൊരു സാധനം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വരുന്നു, ഇപ്പൊ ആൾക്കാർ വേണം, മെഷീൻസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽ വേണം, ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്ത് പ്ലസ് നമ്മൾ ടാക്സസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് റേറ്റ്സിൽ അറൈവ് ചെയ്യുക. ഓക്കെ, സോ റേറ്റ് അനാലിസിസ് ഇറ്റ്സെൽഫ് അതൊരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. പൊതുവെ അതില് അധികം ആൾക്കാർ ഇൻവോൾവ് ചെയ്യാൻ നോക്കാറില്ല. മാക്സിമം ചെയ്യാന്ന് വെച്ചാൽ പഴയ ചെയ്ത പ്രൊജക്ടിന്റെ റേറ്റ്സ് നോക്കിയിട്ട് പുതിയ പ്രൊജക്റ്റിൽ 5-10 രൂപ കേട്ടിട്ട് ചെയ്ത് കൊടുക്കും. അത് കാരണം വെച്ചാൽ റേറ്റ് അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ കാര്യമല്ല. നന്നായി സമയവും അതുപോലെ തന്നെ മാർക്കറ്റ് സ്റ്റഡിയും ചെയ്യണം. അതായത് ഒരു പ്രൊഡക്റ്റിന് നമ്മൾക്ക് എത്ര രൂപ വില വരുന്നു, ആ പ്രൊഡക്റ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ എവിടെ നിന്ന് വാങ്ങിക്കാം, അത് വാങ്ങിക്കുമ്പോൾ വരുന്ന കൺവെയൻസ് ചാർജ് എത്ര, അങ്ങനെയുള്ള എല്ലാ കമ്പാരിസൺസും സ്റ്റഡി ചെയ്തിട്ടായിരിക്കും നമുക്ക് റേറ്റ്സ് അറൈവ് ചെയ്യാൻ പറ്റുക. എന്നാൽ പ്രോപ്പർ റേറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് അത്ര സിമ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ പലരും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും റീസൺ ചെയ്ത പ്രോജക്റ്റിന്റെ റേറ്റ്സ് റെഫർ ചെയ്തിട്ടായിരിക്കും കൂടുതലും ചെയ്യാറ്. ക്വാണ്ടിറ്റി സൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ആണ്. അതിൽ യൂഷ്വലി നമ്മൾ 2 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുമ്പോൾ കേൾക്കാറ്. ഒന്ന് ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡും പിന്നെ അടുത്ത് വരുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡ് ഫോർ എസ്റ്റിമേഷനുമാണ്. സെൻട്രൽ ലൈൻ മെത്തേഡ് ആണ് നമ്മളിവിടെ എസ്റ്റിമാക്സിൽ യൂസ് ചെയ്യുന്നത്, ലോങ് വോൾ ഷോർട്ട് വോൾ അല്ല. ഓക്കെ, സോ 2 മെത്തേഡും ആക്ച്വലി നമ്മൾ പഠിക്കുമ്പോൾ ആസ് പെർ സിലബസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. വർക്ക് ചെയ്യുമ്പോഴും വൺ ഡയമെൻഷനിൽ വരുന്നത് നമുക്ക് ലെങ്ത്, വിഡ്ത്, തിക്നെസ് ഇത് മാത്രം ആവശ്യമുള്ള കേസസ്. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈല്
പൈലിന്റെ ലെങ്തിനാണ് നമ്മൾ അതിന്റെ റേറ്റ് കോട്ട് ചെയ്യുക. യൂഷ്വലി പൈല് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ ലെങ്ത്തിൽ വരുന്നത് വയർ, ഇത്ര മീറ്റർ വയർ വാങ്ങുക. അങ്ങനെ പല വർക്ക് ഐറ്റംസും വരുന്നത് നമ്മൾ വർക്ക് എന്ന് തന്നെ പറയാ. പല വർക്ക്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ക്വാണ്ടിറ്റിയിലാണ് അതിന്റെ ഫൈനൽ റേറ്റ് വരുന്നത്. സോ റേറ്റ് റിലേറ്റഡ് ആയിരിക്കും എപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, അല്ലാണ്ട് ക്വാണ്ടിറ്റി റിലേറ്റ് ചെയ്തിട്ടല്ല റേറ്റ്. ആക്ച്വലി തിരിച്ചാണ്, നമ്മൾ മാർക്കറ്റിൽ ഒരു ഐറ്റം അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് എന്താണോ, അതിന്റെ യൂണിറ്റ് എന്താണോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക. സോ പ്ലാസ്റ്ററിംഗ് അതൊരു ഏരിയ ബേസ്ഡ് റേറ്റ് ആണ് നമുക്ക് അതിന് വരുന്നത്. സോ അതിന്റെ ഏരിയ ആണ് എടുക്കുന്നത്. സോ അത് 2 ഡയമെൻഷനിലാണ് വരുന്നത്. സോ നമ്മള് ഒരു വാളിന്റെ ഫിനിഷ് ചെയ്യുന്ന ഫേസ് ഏരിയ ആണ് എടുക്കുന്നത്. സെയിം ഏരിയ എടുത്ത് നമുക്ക് പെയിന്റിങ്ങിനുള്ള ക്വാണ്ടിറ്റി കിട്ടും. ഇനി ബ്രിക്ക് വർക്കിന് പറയുമ്പോൾ ജസ്റ്റ് ഏരിയ മാത്രം പോരാ, ബ്രിക്ക് വാളിലെ തിക്നെസ് അല്ലെങ്കിൽ മെറ്റീരിയൽ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. സോ നമ്മൾ 20 തിക്ക് ബ്രിക്ക് വാൾ ആണെങ്കിൽ ഒരു റേറ്റ് ആയിരിക്കും, 20 തിക്ക് ബ്ലോക്ക് വർക്ക് ചെയ്യുന്ന വാൾ ആണെങ്കിൽ അതിന്റെ റേറ്റ് കുറച്ചും കൂടി വേരിയഡ് ആയിരിക്കും. അതുപോലെ ബ്രിക്ക് ആൻഡ് ബ്ലോക്കിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് റേറ്റ്സിൽ വീണ്ടും ചേഞ്ച് വരും. ഇതൊന്നും അല്ല ഇപ്പൊ കാലമാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ റേറ്റ് എത്രയാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ലൈറ്റ് വെയിറ്റിന് ഇത്രയും കൂടി കോസ്റ്റ് കൂടുമെങ്കിലും ഓവറോൾ ബിൽഡിങ്ങിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. സോ ഈ ജനറൽ ബീങ് എല്ലാ എല്ലാം വോളിയത്തിലാണ് നമ്മൾ എടുക്കാറ്. സോ 1, 2, 3 ഈ 3 ഡയമെൻഷൻസ് ആണ് നമുക്ക് എസ്റ്റിമേഷനിൽ കവർ ചെയ്യാം. ഇതിൽ നമ്മൾ 4th ഡയമെൻഷൻ, അതായത് ടൈം, അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് പ്ലാനിങ് ആവുന്നത്. അതാണ് നമ്മൾ പ്രൊജക്ട് മാനേജ്മെന്റ് സൈഡ് അല്ലെങ്കിൽ ERP വെച്ച് ഡീൽ ചെയ്യുന്നത്. സോ ഇതുവരേക്കും നമുക്കത് എസ്റ്റിമാറ്റ്സിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ഇത് കഴിഞ്ഞുള്ളത് ബാക്കി എസ്റ്റിമാറ്റ്സ് ടു ERP എന്ന രീതിയിലുള്ള ലിങ്ക് വരും. ഓക്കെ, ഇവിടെ ഓൾറെഡി എസ്റ്റിമേഷനിൽ 3D കവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എസ്റ്റിമേഷന്റെ ക്വാണ്ടിറ്റീസ് എക്സ്ട്രാ റെവിറ്റിൽ മോഡൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. റെവിറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു പ്ലഗ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എക്സ്ബിൽഡിൽ. ആ പ്ലഗിൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എസ്റ്റിമാറ്റ്സ് ഫയലിൽ നിന്ന് അതിന്റെ ക്വാണ്ടിറ്റീസ് എക്സ്ട്രാക്ട് ചെയ്ത് ഒരു 3D മോഡലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. യൂഷ്വലി ടൈം ഇപ്പോൾ 3-4 ദിവസമെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ വെച്ച് നമുക്ക് ടൈം ഒരു 1-2 മിനിറ്റിലേക്ക് കുറയ്ക്കാം. മിനിറ്റ്സ് ഫ്രം ഡേയ്സ് ടു മിനിറ്റ്സ്. ഇപ്പൊ അവൈലബിൾ എനിക്ക് തോന്നുന്നു 2D to 3D ലെവലിൽ വരുന്ന പ്ലഗിൻ ഞങ്ങളുടെ ആണെന്ന് തോന്നുന്നു അവൈലബിൾ. അത് ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടില്ല, ബട്ട് ആസ് ഫാർ ഞാൻ കണ്ടിരിക്കുന്ന പ്രോഡക്ട്സിൽ ഇതാണ് കൂടുതൽ കണ്ടേക്കുന്നത്. പിന്നെ കീ ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഡയമെൻഷനിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ്ലി നമ്മുടെ ആണ്. ഒരു സാധനത്തിന്റെ റേറ്റ് എന്തെന്ന് അറിയാതെ അത് യൂണിറ്റ് എന്തെന്ന് അറിയാതെ നമുക്ക് ഒരിക്കലും എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് തിങ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് റേറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. റേറ്റ്സ് ഏത് യൂണിറ്റ് നിങ്ങൾക്ക് ഫെമിലർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ യൂണിറ്റ് ക്വാണ്ടിറ്റി എടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, റേറ്റ് അനാലിസിസ് അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. നമുക്ക് ബഡ്ജറ്റ് കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം, മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം, അതിന് ബേസ് ചെയ്തിട്ട് ഏതൊക്കെ എലമെന്റ്സ് ഏതൊക്കെ ഐറ്റം അല്ലെങ്കിൽ റിസോഴ്സ് ആണ് ആ റേറ്റ് അനാലിസിസ് ഇൻവോൾവ് ആണെന്ന് പഠിക്കണം. അതിനുശേഷമാണ് നമുക്ക് റേറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റുക. സോ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾ തനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് റെഫറൻസ് ആണ് ഡൽഹി അനാലിസിസ് ഓഫ് റേറ്റ്സ്. ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സിമ്പിളി ബാക്കിയുള്ള കൺട്രീസിലും അവരുടേതായ റേറ്റ് അനാലിസിസ് അവൈലബിൾസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലെങ്കിൽ വ്യത്യാസം കാണാറുള്ളൂ. അതുകൊണ്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റില്ല. പുറം രാജ്യങ്ങളിൽ നോക്കാം, അത് ഓൾറെഡി ഉണ്ടാവും അവരുടെ തന്നെ റെഫറൻസുകൾ. അപ്പൊ അത് യൂസ് ചെയ്താലും മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇന്ത്യയിൽ ഓൾ ത്രൂ ഔട്ട് ഡൽഹി അനാലിസിസ് ഓഫ് റേറ്റ്സ് വാലിഡ് ആണ്. അതുപോലെ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സും ഉണ്ട്. അനാലിസിസ് ഓഫ് റേറ്റ്സിന്റെ അതാണ് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഐറ്റം ഏതൊക്കെ റിസോഴ്സ് യൂസ് ചെയ്യുന്നുള്ള പ്രോപ്പർ സ്പ്ലിറ്റപ്പ് കിട്ടുന്നത്.
ഷെഡ്യൂൾ ഓഫ് റേറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ചുരുക്കിയായിരിക്കും എഴുതിയേക്കും. ജസ്റ്റ് അതിന്റെ ഫൈനൽ റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ RCC സ്ലാബ് ആണെങ്കിൽ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സിന്റെ ഫൈനൽ റേറ്റ് ഒരു 7,000 rupees അല്ലെങ്കിൽ 8,000 rupees കോൺക്രീറ്റിന് മാത്രം എന്നായിരിക്കും അതിൽ എഴുതിയേക്കുന്നത്. അതേസമയം ഡൽഹി അനാലിസിസ് ഓഫ് റേറ്റ്സ് വരുമ്പോൾ സിമെന്റിന് ഇത്ര റേറ്റ്, മെറ്റീരിയൽസ് റേറ്റ്, മെഷീനറി ഇൻവോൾവ്ഡ് ഇത്ര റേറ്റ് എന്നൊരു സ്റ്റെപ്പ് കാണിച്ചിട്ടായിരിക്കും അവർ ടോട്ടൽ ഇത്ര രൂപ എന്ന് എഴുതി കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് എവിടെ നിന്ന് കിട്ടാം എന്നുള്ളതാണ്. CPWD വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് വേർഷൻ 24 അവൈലബിൾ ആണ്. എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് 23 ആണ്. ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബേസിക് കാരേജ് ഓഫ് മെറ്റീരിയൽ, വർക്കിന്റെ റേറ്റ്സ്, മോട്ടാറിന്റെ റേറ്റ്, അങ്ങനെ ജനറൽ ആയിട്ട് റേറ്റ്സ് മാത്രം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇതിപ്പോ ഓരോ ഐറ്റം മോട്ടാറിന്റെ, കോൺക്രീറ്റിന്റെ, RCCയുടെ, മേസണറിയുടെ, സ്റ്റോൺ വർക്കിന്റെ, ക്ലാഡിങ്ങിന്റെ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പ്ലിറ്റപ്പ് ഇതിനകത്ത് കിട്ടും. ജസ്റ്റ് ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം എടുക്കട്ടെ. കോളം പിയർ അബട്ട്മെന്റ്സ് ഇതിന്റെ എസ്റ്റിമേറ്റ് ചെയ്തേക്കുവാണ് ഇവിടെ. ഇപ്പൊ നമുക്കിവിടെ ഇത് ഏത് കാറ്റഗറി ആണെന്ന് നോക്കിയത് റീറ്റെയിനിങ് വാളിന്റെ ഒക്കെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് അവരാദ്യം ചെയ്തേക്കുന്ന എന്താ, അതിന്റെ തോന്നുന്നു ഓരോ ഹെഡിങ്സിന് ഇവിടെ അവർ കോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐറ്റത്തിന്റെ റേറ്റോ ഇതോ നോക്കണമെങ്കിൽ ആ കോഡ് എടുത്ത് നോക്കിയാലും മതി. സെയിം ആയിരിക്കും ഇവിടെ എഴുതിയേക്കുന്നത്. സോ ഈ റേറ്റിൽ നിന്ന് ഒരു ഇത്ര % ഇൻക്രിമെന്റ് ആയിരിക്കും യൂഷ്വലി നമ്മൾ കാണാം. ഇത് ഓൾ ജനറലൈസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇതിന്ന് കൂടുതലോ കുറവായിരിക്കും വരുമായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് കാണാം മെറ്റീരിയൽ, മെൻ, അതുപോലെ തന്നെ അതിൽ വരുന്ന എക്സ്ട്രാ നമ്മള് ടാക്സസ് ഇതെല്ലാം കൺസിഡർ ചെയ്ത് അത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി, ഏത് യൂണിറ്റ്, ഏത് റേറ്റ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോഴും റെഫർ ചെയ്യാൻ ഈ ഒരു ഡോക്യുമെന്റ്. എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് റിനാലിസിസ് ചെയ്യണം ഇതൊന്നും നോക്കാം. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ ഒരു റഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാവുന്നതുമാണ്. സോ റിനാലിസിസ് പാർട്ട് അത് വെച്ച് മിക്ക കമ്പനീസിലും ഇതിന്റെ ഒരു എന്താ പറയാ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ റെക്കോർഡ് ആയിട്ടുള്ള കുറെ ഡോക്യുമെന്റ്സ് അറിയുന്നതായിരിക്കും. വരുന്ന ഒരു വർക്കിലേക്ക് വരുന്നില്ല. ഇതിലേക്ക് ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രേഡ്. ചിലപ്പോൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അനുസരിച്ച് ഈ ക്വാണ്ടിറ്റീസ് മാറും. അപ്പൊ കറക്റ്റ് ഗ്രേഡ് നോക്കിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ റേറ്റ്സ് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏരിയ സ്ഥലത്തിലെ റേറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ അത് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. ഇതിലും എളുപ്പം ഒരു വഴിയുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT യൂസ് ചെയ്ത് AI നിന്നും നിങ്ങൾക്ക് യൂസ് ലൈക്ക് ഏത് ഗ്രേഡ്, ഏത് ഐറ്റം, എത്ര വോളിയം അല്ലെങ്കിൽ എത്ര ഏരിയക്കാണ് നിങ്ങൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ എത്രയാണ് റേറ്റ് അനാലിസിസ് എന്നുള്ളത് ഈവൻ. സോ അത്രയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് ഇതൊരു ഹിസ്റ്ററി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. സോ റേറ്റ് അനാലിസിസ് സൈഡ് അത്രയേ ഉള്ളൂ. ഓക്കെ, ക്വാണ്ടിറ്റി സൈഡ് ഞാൻ പറഞ്ഞു. റേറ്റ്സിന് യൂണിറ്റ് അറിയാമെങ്കിൽ ലെങ്ത്, വിഡ്ത്, ഏരിയ, വോളിയം ഇത് മൂന്നും കാൽക്കുലേറ്റ് അറിയാം. അത് നിങ്ങൾ കണ്ടുപിടിക്കില്ല. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT കിട്ടും. ഓക്കെ, ഇനി വീടിന്റെ ഞങ്ങളുടെ SMAX എന്ന് പറയുമ്പോൾ അതൊരു AI ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. ബട്ട് അതിനകത്ത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഗ്രാഫിക്സ് അല്ല, പ്രോപ്പർ മാത്തമാറ്റിക്സ്. ഞാൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അധികം എനിക്ക് അത്ര ആധികാരികമായിട്ട് പറയാൻ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. കറക്റ്റ് എക്സാക്ട് സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ്. ഇനി എങ്ങനെയാണ് SMAX വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം.
ബേസിക് നിങ്ങൾക്ക് എസ്റ്റിമേഷനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് ലോങ് റോഡ് മെത്തേഡ്, ഷോർട്ട് റോഡ് മെത്തേഡ് അറിയില്ല, അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ മെത്തേഡ് അറിയില്ല, നിങ്ങൾക്ക് എസ്റ്റിമേഷൻ ഒരു അൺഫെമിലിയർ ടോപ്പിക് ആണെങ്കിൽ ഈ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്താൽ നമുക്ക് അതിന്റെ തിയറി ക്ലാസ്സസ് വേണമെങ്കിൽ നോക്കാം. സോ ആദ്യം നമ്മുടെ ഓട്ടോകാഡ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഓട്ടോകാഡ് ഡ്രോയിങ്ങിന്റെ അകത്ത് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾ എനിക്ക് തോന്നുന്നു സ്ട്രക്ചർ ഡിസൈനിന് വേണ്ടി പ്ലാൻ എന്തായാലും ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പ്ലാൻ BC ലേഔട്ടും എടുത്ത് വെക്കുക. അതിന് പ്ലിന്റിന്റെ BC വേണം നമുക്ക്, അതുപോലെ തന്നെ റൂഫിന്റെ BC വേണം, ഹെഡ് റൂമിന്റെ BC വേണം, അതിന് പ്ലാൻ വേണം. ഇത്രയും കാര്യങ്ങൾ പ്ലസ് അതിലില്ലാത്ത കുറച്ച് കാര്യങ്ങളും നമുക്ക് വേണം. അതിനകത്ത് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് വിൻഡോസ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ജോയിനറി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺട്രീസ് ഡ്രോയിങ്ങിലും മാർക്ക് ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ കാര്യങ്ങളും ഓക്കെ, ലെയേഴ്സ് വരുമ്പോൾ കുറച്ച് കോളം പ്രോപ്പർ ലെയറിൽ വരയ്ക്കുക. ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ ആയിട്ട് വരച്ചിട്ടാൽ മതി. ബീംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഫിനിഷസ് അനുസരിച്ച് ബീംസിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ, ഡ്രാഫ്റ്റിംഗിന്റെ ക്ലാസ് തരാം. അപ്പൊ ലെയർ എങ്ങനെ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് വരച്ചിരിക്കുക. ഇത്രയൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്? സെയിം തന്നെയാണ് എസ്റ്റിമേഷൻ നമ്മൾ ഇൻപുട്ട് ആയിട്ട് വരുന്നത്, അതായത് ആർക്കിടെക്ചർ ഡ്രോയിങ്. അതുപോലെ സ്ട്രക്ചർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ ക്ലാസ് വെച്ചിട്ട് ഇൻ കേസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അത് അറ്റൻഡ് ചെയ്തിട്ട് അതനുസരിച്ച് നമുക്ക് ബേസ് ലേഔട്ട് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, വൺസ് എസ്റ്റിമാക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഫയൽ എടുക്കുക, ഡ്രോയിങ്ങിന് യൂണിറ്റ്സ് ഫില്ല് ചെയ്യുക. നമ്മൾ സ്ട്രക്ചറിന് വേണ്ടിയിട്ടെല്ലാം മില്ലിമീറ്റർ വരച്ചെങ്കിൽ എസ്റ്റിമേഷന്റെ സമയത്ത് നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറും. വേറെ ഒന്നും കൊണ്ടല്ല, എസ്റ്റിമാക്സ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്ത ടെംപ്ലേറ്റ് അത് സെന്റിമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. സോ ടെംപ്ലേറ്റ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് മില്ലിമീറ്റർ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഫയൽ നമ്മൾ സേവ് ചെയ്യും. നമ്മളെ ഡ്രോയിങ് എവിടെയാണോ അവിടെ തന്നെയാണ് നമ്മൾ ഫയൽ സേവ് ചെയ്യുക. സോറി, എന്റെ സോഫ്റ്റ്വെയർ എന്തോ ചെറിയ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഷെയർ ചെയ്യുന്നില്ല. റെക്കോർഡിംഗ് നിങ്ങൾക്ക്
ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് വീണ്ടും, ഒന്ന് നോക്കണേ അവൈലബിൾ ആണോ എന്ന്. സ്ക്രീൻ ഷെയർ കാണാവോ? ഹലോ ഹലോ, സ്ക്രീൻ ഷെയർ. കാണാം. ഓക്കെ, സോ ഇത് എസ്റ്റമാക്സിന്റെ ആക്ച്വൽ വ്യൂ ആണ്. ഇതിന്റെ അകത്ത് സോഫ്റ്റ്വെയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്കൊരു ഫയൽ സേവ് ചെയ്യാനുണ്ട്. പ്രൊജക്റ്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യും. യൂണിറ്റ്സ്, പ്രൊജക്റ്റിന്റെ പേര്, പിന്നെ ക്ലയന്റ് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കോസ്റ്റുകൾ. നമ്മളിവിടെ അതിന്റെ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല. സോ അതിനൊരു പെർസെന്റേജ് ആയിട്ട് ടോട്ടൽ ബിൽഡിംഗ് കോസ്റ്റിന് ഇത്ര പെർസെന്റേജ് എന്നുള്ള രീതിയിൽ. പിന്നെ റേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ഫയൽ ഓപ്പൺ ആവുന്നത്. ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് കുറച്ച് ടെംപ്ലേറ്റ്സ് വരും. അതല്ലെങ്കിൽ നമുക്ക് പുതിയ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതായത് സിമിലർ ഏതെങ്കിലും പ്രൊജക്ട്സ് നോക്കി ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ യൂണിറ്റ്സ്, ക്വാണ്ടിറ്റി, റേറ്റ് കാണാം. അപ്പൊ ഈ യൂണിറ്റ് റേറ്റിലായിരിക്കും നമ്മുടെ ഫൈനൽ റിപ്പോർട്ട് വരാൻ പോകുന്നത്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് ജോയിനറി ആണ് നമ്മൾ ജോയിനറി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കും, സ്റ്റോറീസ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇപ്പൊ പ്രൊജക്റ്റിന് എത്ര ഫ്ലോർ ഉണ്ടോ അത്രയും ഫ്ലോറിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റോറീസ് വൈസ് ആണ് നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുക. ഇപ്പൊ ജോയിനറി നമ്മൾ നേരത്തെ ടേബിൾ ഓട്ടോകാഡിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും, അത് ക്ലിക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇന്റർനെറ്റിന്റെ ഡെപ്ത് ഒക്കെ നമ്മൾ മാറ്റി കൊടുക്കോ അല്ലെങ്കിൽ അങ്ങനെ കീപ്പ് ചെയ്യോ, അങ്ങനെ വെച്ച് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. ഇതിനകത്ത് റേറ്റ് അനാലിസിസ് സെറ്റ് ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസും ഉണ്ട്. ഓരോ വർക്കിന് നമ്മൾ ഡിഫൈൻ ചെയ്യും, വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് റേറ്റ്, റിസോഴ്സിന്റെ റേറ്റ് നമ്മൾ ഓപ്ഷൻ, അത് ഞാൻ നേരത്തെ പോലെ പിന്നെ അത് തന്നെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. എങ്ങാനും ഒരു ഐറ്റത്തിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ടേബിൾ മാറുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് ഫുൾ ചേഞ്ച് ചെയ്ത് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല, ചെയ്തിട്ട് സോ നമുക്ക് ഇതിനകത്ത് ഫൈനൽ റിസൾട്ടിൽ അത് ഡിസ്പ്ലേ ചെയ്യുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാണ്ട് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷൻ കൂടെ അത് ചെയ്യുന്നില്ല. ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് വർക്ക് ഗ്രൂപ്പ്സ് ആയിട്ടും സബ് ഗ്രൂപ്പ്സ് ആയിട്ടും. അതിനെ ബേസ് ചെയ്ത് ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ. ഈ ഒരു റേറ്റ് അനാലിസിസ് നമ്മൾ ഈ ഓരോ വർക്ക് ഐറ്റത്തിലോട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് ഇതിനകത്ത് മാത്തമാറ്റിക്കലി ആഡ് ആണ്. ഇനി ഓൾട്ടർ ചെയ്യാം. സോ പോലെ തന്നെ ഇതിനകത്തുള്ള ഇക്വേഷൻസ്, ക്വാണ്ടിറ്റീസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ നമുക്ക് എന്തെങ്കിലും മിസ്മാച്ചസ് വരുന്നു, നിങ്ങൾക്ക് അതിന് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യുന്നു, അങ്ങനത്തെ കേസിലൊക്കെ ഡെഫിനിഷൻസ് പ്രിപ്പയർ ചെയ്താലും മതിയാവും. തൽക്കാലം ഇപ്പോൾ വരുന്ന എല്ലാ ഐറ്റത്തിന്റെയും നമ്മൾ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ആഡ്, ബട്ട് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി വരുന്നത് ഇതിനകത്ത് സ്കാൻ പാർട്ടാണ്. സ്ലാബ്, ആർക്കിടെക്ചർ, സ്ട്രക്ചർ, 3 സെറ്റ് സ്കാനുകളാണ് നമ്മൾ ചെയ്യുന്നത്. സ്ലാബ് സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ ആർക്കിടെക്ചർ പ്ലാനിൽ അതിന്റെ ഔട്ടർ പ്രൊഫൈൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. കാണിക്കുന്ന പോലെ നമ്മൾ ഔട്ടർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പോൾ ലൈൻ വരച്ചിട്ട് ആ പോൾ ലൈൻ സെലക്ട് ചെയ്ത് സ്ലാബിന്റെ സൺഷെയ്ഡ്, സ്ലാബിലുള്ള കട്ടിങ്സ്, ഓപ്പണിങ്സ്, ക്വാണ്ടിറ്റീസ് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇനി അടുത്ത വരുന്നത് സ്ട്രക്ചർ ആർക്കിടെക്ചർ സ്കാൻ. അതിനകത്ത് നമ്മൾ ബ്രിക്ക് വാൾ, ബ്രിക്ക് ക്വാണ്ടിറ്റീസ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോയിനറി ക്വാണ്ടിറ്റീസ്, അത് കാരണമുള്ള ഡിഡക്ഷൻസ്, RCC കോളം കാരണമുള്ള ഡിഡക്ഷൻസ്, ബീമിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്നുമല്ല, കോളത്തിന്റെ ബീമിന്റെ ഏകദേശ സൈസിന്റെ റേഞ്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇത് ഏത്
പിന്നെ നമ്മൾ ഈ എസ്റ്റിമാക്സ് വർക്ക് ചെയ്യുന്നത് 2D ഡ്രോയിങ്സിന് മേലിലാണ്. സോ 3D ക്വാണ്ടിറ്റി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതും നമ്മൾ പ്രോപ്പർട്ടീസിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ സ്കാൻ കഴിഞ്ഞു. ഈ ബാക്കി സോഫ്റ്റ്വെയർ ചെയ്തോളൂ. സോഫ്റ്റ്വെയർ ക്വാണ്ടിറ്റി സ്കാൻ ആൻഡ് സോ ഇതിനകത്ത് സെൻട്രൽ ലൈൻസ് വരയ്ക്കുന്നുണ്ട്. വീഡിയോ അതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ട് കാണത്തില്ല. സൂം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണാം. നിങ്ങൾക്ക് ഇവിടെ ഒരു കേഴ്സർ മൂവ് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നുണ്ടോ? കാണാൻ പറ്റും. കണ്ടോ? ഇതിന്റെ അകത്ത് ആ കോൺഫിഡൻസിനകത്ത് ഇമ്പോർട്ട് ആവും. ഇത് ഈ പറയുന്ന പോലെ അത്ര സമയം എടുക്കുന്ന കാര്യമല്ല. ചിലപ്പോൾ 1-2 മിനിറ്റ് മാക്സിമം എടുക്കുള്ളൂ. ഫയൽ സൈസ് ഭയങ്കര കൂടുതലാണ്. ഡ്രാഫ്റ്റിംഗിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ടൈം ഇത്തിരി കൂടി വരും. എന്നാലും ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും ഒരിക്കലും വരത്തില്ല. എത്ര വലിയ ഫയലാണെങ്കിലും 10-15 മിനിറ്റ് മാക്സിമം തീർന്നേ. 5 മിനിറ്റൊക്കെ ആവും എനിക്കൊരു 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിങ്ങിനൊക്കെ എടുത്തേക്കുന്നത്. അതിൽ കൂടുതൽ വന്നേക്കുന്ന കേസസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. ഓക്കെ, ഒരു ഫ്ലോർ എങ്ങനെയാവും നമുക്ക് 10,000 ഒക്കെ വരത്തുള്ളൂ. അതിൽ കൂടുതലൊക്കെ വരുന്നെങ്കിൽ അത്രയും വലിയ പ്രൊജക്ട്. ഈവൻ അത് നമ്മൾ മോഡ്യൂൾസ് ഡിവൈഡ് ചെയ്തിട്ടല്ലേ ചെയ്യാറ്. അങ്ങനെ ഓക്കെ, ഞങ്ങളുടെ സിറ്റുവേഷൻ വന്നാലും 15 മിനിറ്റ് പേടിക്കണ്ട. അപ്പൊ സ്കാൻ ചെയ്ത പോലെ സ്ട്രക്ചറൽ സ്കാൻ ഉണ്ട്. അത് നിങ്ങൾ BCലോട്ട് സ്കാൻ ചെയ്തതായിരിക്കും. വരച്ചേക്കുന്നെങ്കിൽ ആ ലേയേഴ്സ് പ്രോപ്പർട്ടി ആയിട്ട് ഫിൽ ചെയ്ത് കൊടുത്തിട്ട് സ്ട്രക്ചർ ഡ്രോയിങ് സ്കാൻ ചെയ്ത് കൊടുക്കുക. ഇത് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തതിന് ശേഷം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതെല്ലാം അല്ലെങ്കിൽ അസ്യൂംഡ് ക്വാണ്ടിറ്റീസ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടല്ല, അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി അസ്യൂംഡ് ആയിട്ട് ചെയ്യും. സെയിം സെൻട്രൽ ലൈൻ മെത്തേഡ് തന്നെയാണ്. സെൻട്രൽ ലൈൻസ് വരയ്ക്കും. എന്നിട്ട് ഈ കോളം ബീം വരുന്ന ജംഗ്ഷൻസിൽ ഡബിൾ ക്വാണ്ടിറ്റി എടുക്കാതിരിക്കാനുള്ള കറക്ഷൻസ് അപ്ലൈ ചെയ്യും. ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ജംഗ്ഷൻ വരുമ്പോൾ ട്വൈസ് ക്വാണ്ടിറ്റി കയറാതിരിക്കാൻ സെൻട്രൽ ലൈനിൽ ഒരു വാല്യൂ മൈനസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് എടുക്കുന്നത്. സെയിം കറക്ഷൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. വൺസ് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുട്ടിംഗ്, സ്റ്റെയർകേസ് അങ്ങനെയുള്ള കുറച്ച് കാൽക്കുലേഷൻ ടൂൾസ് അത് വെച്ച് ക്വാണ്ടിറ്റി എടുക്കാം. അതിലെ ഫയൽ ക്യാപ്പിനൊന്നും ഇതിന്റെ അകത്തില്ല. അത് ഞങ്ങൾ പുതിയ ടെംപ്ലേറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രൊജക്റ്റിന് ക്വാണ്ടിറ്റി എടുക്കാനൊക്കെ നിങ്ങൾക്ക് അതുപോലെ ക്വാണ്ടിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ടെംപ്ലേറ്റ് വെക്കാവുന്നതാണ്. സോ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പ്രൊസീജിയറിന് ഒരു 10-15 മിനിറ്റ് സമയത്ത് എടുത്തുള്ളൂ. അപ്പൊ ഒരു ബജറ്റ് 1000 സ്ക്വയർ ഫീറ്റ് ആണ്. 15 മിനിറ്റ് എസ്റ്റിമേറ്റ് കിട്ടും. ഇൻ റിയാലിറ്റി നിങ്ങൾ ഈ ഡ്രോയിങ് എന്ന് ഒരു മുറിയുടെ കാൽക്കുലേഷൻ മാനുവൽ എടുത്താൽ പോലും നിങ്ങൾക്ക് 15 മിനിറ്റ് തീർക്കാൻ പറ്റത്തില്ല. അത്രയും സമയം എടുക്കും. അതിൽ ബ്രിക്കിന്റെ വേറെ, പ്ലാസ്റ്ററിങ്ങിന്റെ വേറെ, കോളത്തിന്റെ വേറെ, ഇങ്ങനെയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് നടക്കുന്ന കാര്യമേ അല്ല. സോ ആ ഒരു ടൈം സേവിങ്, ആ സമയം കൊണ്ട് നിങ്ങൾക്ക് 10 പ്രൊജക്ട് ചെയ്യാൻ പറ്റും. സോ 10 പ്രൊജക്ടിന് ഇൻകം നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്നത്. സോ എസ്റ്റിമാക്സ് കൊണ്ട് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് എന്ത് ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ടോ അതിന്റെ 10 ടൈംസ് ഇൻകം ആണ് നിങ്ങൾക്ക് എസ്റ്റിമാക്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഒരു എംപ്ലോയർ ആണെങ്കിൽ പുള്ളിക്ക് അത്രയും പ്രോജക്റ്റ് അതുപോലെ തന്നെ ഇതില് നെക്സ്റ്റ് കൂടുതലാണ്. മാനുവൽ എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ എങ്ങനെ ഒരു 80% ഒക്കെ നമുക്ക് ആക്യുറേറ്റ് ആക്കാൻ പറ്റുന്നു. നമുക്കൊരു 95-98% വരെയൊക്കെ ഉപയോഗിച്ച് ആക്യുറസി അറ്റൈൻ ചെയ്യാൻ പറ്റും. ചെക്കിംഗ് ആണ് അടുത്ത പോയിന്റ്. ചെക്ക് ചെയ്യാനും എളുപ്പമാണ്. നമ്മൾ എത്ര ഫാസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നോ അതുപോലെ ഒരു 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെക്ക് ചെയ്യാനും പറ്റും. അതേസമയം മാനുവൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒരു എക്സൽ എടുത്ത് വെച്ച് മറ്റൊരാള് ചെക്ക് ചെയ്ത് വരുമ്പോൾ ഇക്വേഷൻസ് ഉൾപ്പെടെ എല്ലാം ചെക്ക് ചെയ്യണം. ഇവിടെ ഇക്വേഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. മാത്രമാണ് നമുക്ക് ഇക്വേഷൻ ചെയ്യേണ്ടത്. റേറ്റ്സ് നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല. റേറ്റ്സ് എടുക്കുവാണ്, അത് എടുക്കുക. സോ ആകെ ഇതിനകത്ത് സ്കാൻ ചെയ്ത് എല്ലാ സെൻട്രൽ ലൈൻസും വന്നോ ഇല്ലയോ അത്ര മാത്രം. പിന്നെ ചില ഡിഡക്ഷൻസ് അവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റ് ചെക്ക് ചെയ്ത് കഴിയാം. ചെക്ക് ചെയ്യുന്ന ആൾക്ക് എളുപ്പം, ചെയ്യുന്ന ആൾക്ക് എളുപ്പം. ഇത് ചെയ്യാൻ എടുക്കുന്ന സമയവും വളരെ
ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. എസ്റ്റിമേഷൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉള്ള സോഫ്റ്റ്വെയർ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആണ്. ഇതിന്റെ റിസൾട്ട് റിപ്പോർട്ട്സ് ശരിക്കും പറഞ്ഞാൽ എസ്റ്റിമേറ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന റിപ്പോർട്ട് ഉണ്ടാക്കാനാണ്. ഡിസ്ക്രിപ്ഷൻ എഴുതണം. അതിന് ഏകദേശം 1-2 മണിക്കൂർ അതുമേ തന്നെ പോകും. ഇവിടെ റിപ്പോർട്ട് എടുക്കാൻ ആകെ ഒരു ക്ലിക്കിന്റെ ആവശ്യമുള്ളൂ. 1-2 മിനിറ്റ് റിപ്പോർട്ട് കിട്ടും. എല്ലാം ഐറ്റം ഡിസ്ക്രിപ്ഷൻ അനാലിസിസ് വേണമെങ്കിൽ അതെടുക്കാം, ഓരോ ഐറ്റത്തിന്റെ കാൽക്കുലേഷൻസ് വേണമെങ്കിൽ അത് എടുക്കാൻ പറ്റും, ക്വാണ്ടിറ്റീസ് ടേബിൾ വൈസ് കിട്ടും. അങ്ങനെ പ്രോപ്പർ ആയിട്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. എക്സൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ക്ലയന്റിന് എക്സലിൽ സാധനം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഈ കയ്യിൽ കൂട്ടി എഴുതാന്ന് പറയുമ്പോഴത്തേക്കും കൊടുക്കാൻ നേരത്ത് എക്സൽ ഉണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ എക്സൽ അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും നിങ്ങൾ ക്വാണ്ടിറ്റീസ് എടുത്തേക്കുന്നത്. ചിലപ്പോൾ അപ്രോക്സിമേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, ആവറേജ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ക്ലയന്റ് കാണുമ്പോൾ ഇത് മൊത്തം ഉടായ്പാണോ, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഫൈനൽ ഫീൽ ചെയ്യുക എന്നൊരു ചോദ്യം വരും. അപ്പൊ പലരും എക്സൽ കൊടുക്കാൻ മടിക്കും. ഇവിടെ നമുക്ക് പേടിക്കാൻ എക്സൽ കൊടുക്കാം. ഇത് 2 ലെവൽ ചെക്കിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫൈനൽ എക്സലാണ്. ഇതിൽ അധികം കറക്ഷൻസും ഉണ്ടാവില്ല. ഇത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊജക്ട്സ് തീർക്കാനും പറ്റും. ഓക്കെ, സോ ഇത്രയും ഞാൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുക. സോഫ്റ്റ്വെയർ വെച്ചുള്ള എസ്റ്റിമേഷൻ ആണ്. മാനുവൽ ആയിട്ട് എസ്റ്റിമേഷൻ ചെയ്യാൻ അറിയത്തില്ല, നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് ചെയ്യുക. അത് വെച്ച് ഞങ്ങൾ പറഞ്ഞു തരാം. ബേസിക്സ് ഒന്ന് പറഞ്ഞിട്ടായിരിക്കും സോഫ്റ്റ്വെയർ കാണിച്ചു തരാം. ബേസിക്സ് അറിയാണ്ട് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റില്ല. അത് ചെക്കിങ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ ഞാനല്ല, നിങ്ങൾ ഇനീഷ്യലി ഒരു ചെക്കിങ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എനിക്കത് ചെക്ക് ചെയ്യാൻ തരുന്നത്. സോ ആ ഒരു ഇഷ്യൂ ചെക്ക് ചെയ്യാൻ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഈ എസ്റ്റിമേഷൻ ബേസിക്സ് അറിയണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എയുടെ കാലമല്ലേ ഇതെല്ലാം ചാറ്റ് GPT കൊണ്ട് ചെയ്യിപ്പിച്ച് തന്നാ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ ചാറ്റ് GPTക്ക് തെറ്റ് പറ്റാറുണ്ട്. ചാറ്റ് GPTക്ക് തെറ്റ് പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം. അതായത് എപ്പോഴും അത് ശരിയാവണം എന്നില്ല, ചിലപ്പോൾ തെറ്റ് പറ്റും. പറ്റുന്ന തെറ്റെന്തെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് ഒരു ഹ്യൂമന്റെ റിക്വയർമെന്റ്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ആവശ്യമുണ്ടോ ചാറ്റ് GPT തന്നെ എസ്റ്റിമേറ്റും കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്തോളൂല്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ ചാറ്റ് GPTക്ക് തെറ്റ് പറ്റുമല്ലോ, അത് കണ്ടുപിടിക്കുന്ന ഹ്യൂമൻ വേണ്ടേ? സെയിം വേ അവിടെയാണ് നമ്മുടെ സ്കോപ്പ് വരുന്നത്. പണ്ടത്തെ പോലെ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാലം കഴിഞ്ഞു പോയി. ആ സ്പീഡിൽ ഇപ്പോ ഈ ലോകം നടക്കത്തില്ല. ഇവിടെ ഇപ്പൊ AI കാലമാണ്. എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം, ഓൺ എ ക്ലിക്ക് എല്ലാം കിട്ടണം. അങ്ങനെയാകുമ്പോൾ സോഫ്റ്റ്വെയർസ് പഠിച്ച് അത് വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ നോക്കുക. പണ്ട് സിവിൽ എഞ്ചിനീയറിംഗിന് സോഫ്റ്റ്വെയർസിനായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കൂടെ ഒരു സ്ട്രക്ചർ ഡിസൈനറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിനും സോഫ്റ്റ്വെയർസ് ആയിട്ട് നല്ല റിലേഷൻ ഉണ്ട്. സോഫ്റ്റ്വെയർ ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഏറ്റവും സ്പീഡിൽ എന്ത് വർക്കും തീർക്കാൻ പറ്റുക. ഓക്കെ, സോ നാളത്തെ ക്ലാസ് ഓട്ടോകാഡിന്റെ ബേസ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് എസ്റ്റിമേഷന്റെ ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും ഓട്ടോകാഡ്. ഓക്കെ, ഓട്ടോകാഡ് ഫുള്ള് വരയ്ക്കുന്ന മൊത്തം പഠിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എസ്റ്റിമാക്സിലേക്ക് അത് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നത് മാത്രമായിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറ്റുന്ന കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം പെട്ടെന്ന് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.